തെയ്യക്കാവുകളിൽ ചീനിക്കുഴലിൽ നാദവിസ്മയം ചേർക്കുന്ന മനോഹരൻ മാട്ടൂൽ പയ്യന്നൂർ കുറിഞ്ഞിക്ഷേത്രത്തിൽ മടയിച്ചാമണ്ടി പുറപ്പെടുമ്പോൾ ബിലഹരി രാഗം പാടി തുകിലുണർത്തുകയാണ്. തുടർന്ന് നീലാംബരിയും തോടിയും മോഹനവും പാടി ഈ ചീനിക്കുഴൽ വാദകൻ. മടയിച്ചാമണ്ടി, മുച്ചിലോട്ട് ഭഗവതി ഉൾപ്പെടെ ഒട്ടുമിക്ക തെയ്യങ്ങൾക്കും ചീനിക്കുഴൽ വിളിക്കണം. തെയ്യത്തിൻ്റെ തിരുമുടി താഴുമ്പോൾ ശുഭബന്ധവരാളിയോ ശിവരഞ്ജനിയോ പാടി ഭക്തരെ കണ്ണീരണിയിക്കും മനോഹരൻ. വീക്ക് ചണ്ടയ്ക്കൊപ്പം വായിക്കുന്ന ചീനിക്കുഴൽ ഷഹനായിയോട് സാദൃശ്യമുള്ള തനത് കേരളീയ വാദ്യോപകരണമാണ്. സ്വരസ്ഥാനം ചെറുതായൊന്ന് പിഴച്ചാൽ രാഗങ്ങൾ തന്നെ മാറിപ്പോകുന്ന സംഗീതോപകരണമാണ് ചീനിക്കുഴൽ. തെയ്യക്കാലത്ത് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ കളിയാട്ടക്കളങ്ങളിൽ മനോഹരൻ മാട്ടൂലിൻ്റെ സാന്നിധ്യം സജീവമാണ്. നൂറുകണക്കിന് പെരുങ്കളിയാട്ടങ്ങളിൽ ചീനിക്കുഴൽ വായിച്ചിട്ടുണ്ട് മനോഹരൻ. അദ്ദേഹത്തിൻ്റെ മക്കളായ വൈഷ്ണവും വൈശാഖും ഈ പാതയിലുണ്ട്. 13-ാം വയസ്സിൽ ചീനിക്കുഴൽ വാദനം ആരംഭിച്ച മനോഹരൻ 4.5 പതിറ്റാണ്ടായി ഈ രംഗത്ത് തുടരുന്നു. ചീനിക്കുഴൽ സംഗീതവുമായി ബന്ധപ്പെട്ട് ഇറ്റലി, ഫ്രാൻസ്, സ്വിറ്റ്സർലാൻഡ്, അമേരിക്ക, ദുബായ്, മസ്കത്ത് എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് ഈ അനുഗ്രഹീത കലാകാരൻ. പാരമ്പര്യമായി പിന്തുടർന്നു വരുന്ന ഈ ചീനിക്കുഴൽ വാദനത്തിൽ പിതാവ് പുരുഷോത്തമൻ പണിക്കരും മുത്തച്ഛൻ കണ്ണൻ പള്ളിപ്പെരുമലയനുമാണ് ഇദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാർ.